അതെ, എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. എനിക്ക് നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട്. എനിക്ക് അവിടെ പോകാൻ ആഗ്രഹമുണ്ട്. നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ ആഗ്രഹിക്കൂലേ? താല്പര്യം അല്ലേ? എനിക്ക് അത് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഇത് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് അറിയോ? വോണ്ട് ടു ഉപയോഗിക്കുക. എന്താണ് വോണ്ട് ടു? വോണ്ട് ടു. അപ്പോൾ വോണ്ട്സ് ടു എസ് വരുന്നത് വോണ്ട്സ് ടു. വോണ്ട്സ് ടു നമ്മൾ പറയും ഒരാളാണെങ്കിൽ. ഇപ്പോൾ ഷീ ആണ് വിചാരിക്കുക. ഷീ എന്താണ്? ഒരു പെണ്ണല്ലേ? ഷീ എന്ത് ചെയ്യണം? വോണ്ട്സ് ടു പറയണം. ഹി അവൻ വോണ്ട്സ് ടു പറയണം. ഐ ആണെങ്കിലോ വോണ്ട് ടു പറയാം. ഐ യു ദേവി. അയ്യോ ദേവി. ഐ യു ദേവി. അയ്യോ ദേവി. അയ്യോ ദേവിൻ്റെ കൂടെ എന്തായി? വോണ്ട് ചേർക്കാം. ഇനി അതല്ല സിംഗുലർ ആണെങ്കിലോ ഹി ഷീ ഇറ്റ് ആണെങ്കിലോ അവിടെ നമ്മൾ എന്ത് ചെയ്യാം? വോണ്ട്സ് പറഞ്ഞാൽ മതി. വളരെ സിമ്പിളാണ്. ഇതാ കണ്ടോളി ഉദാഹരണം കണ്ടോളി. ഇതാ നമുക്ക് ആദ്യം ഇതിൻ്റെ മലയാളം നോക്കട്ടോ. നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബൂസ്റ്ററിൽ പേജ് നമ്പർ 146 146 എന്താ കണ്ടോളി. ചെയ്യാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹമുണ്ട്. ചെയ്യാൻ ആഗ്രഹമുണ്ട്. ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാറുണ്ട്. ചെയ്യാൻ ആഗ്രഹമുണ്ട് അത് അങ്ങനെ പറയാറുണ്ട്. ഇങ്ങനെ പറയാറുണ്ട്. ചെയ്യണം എന്ന് പറയാറില്ലേ? അല്ല പറയാറുണ്ടോ? എനിക്ക് അവനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ പറയാറുണ്ടോ? നമ്മൾ അതിന് സിമ്പിളാക്കി എന്താ പറയാ നമ്മൾ പറയും എനിക്ക് അവനെ കാണണം, എനിക്ക് അവളെ കാണണം, എനിക്ക് അവിടെ പോകണം, എനിക്ക് അവനെ കാണണം അല്ലേ? നണം എന്ന് പറയാം. നമ്മൾ ചെയ്യണം അങ്ങനെയും പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇതിൻ്റെ കംപ്ലീറ്റ് അർത്ഥങ്ങൾ എന്തൊക്കെയാണ്. ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ചെയ്യാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ചെയ്യണം. എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യാൻ ആഗ്രഹിക്കുക, അതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് അർത്ഥം. എന്താണ്? എന്തെങ്കിലും ഒരു കാര്യം നമ്മളുടെ ഇഷ്ടപ്രകാരം, ആരും ചെയ്യിപ്പിക്കല്ല കേട്ടോ, നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ വോണ്ട്സ് ഉപയോഗിക്കുക. ഉദാഹരണം കണ്ടോളി. അതുകൊണ്ടോ വി വോണ്ട് ടു വാച്ച് എ മൂവി. വി വോണ്ട് ടു വാച്ച് എ മൂവി എന്താ അർത്ഥം? ഞങ്ങൾ ഒരു സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു സിനിമ കാണാൻ ആഗ്രഹമുണ്ട് എന്ന്. ഞങ്ങൾ സിനിമ കാണണം ആഗ്രഹമുണ്ട്. വി വോണ്ട് ടു വാച്ച് എ മൂവി. ഇനി ഇതിൻ്റെ നെഗറ്റീവ് പറയുന്നത് നെഗറ്റീവ് അത് പറയാം. നെഗറ്റീവ് പറയുമ്പോൾ ഡോണ്ട് അല്ലെങ്കിൽ ഡസൻറ്റ് ഉപയോഗിക്കുക. അതിൻ്റെ കൂടെ വോണ്ട് ടു. അതാണ് ഡോണ്ട് വോണ്ട് ടു അല്ലെങ്കിൽ ഡസൻറ്റ് വോണ്ട് ടു. എന്താണ് ഡോണ്ട് വോണ്ട് ടു അല്ലെങ്കിൽ ഡസൻറ്റ് വോണ്ട് ടു? എന്താണ് വ്യത്യാസം? അയ്യോ ദേവി, ഐ യു ദേവി, ഇതിൻ്റെ കൂടെ ഡോണ്ട് വോണ്ട് ടു. ഹി ആണെങ്കിലോ ഹി ഷീ ഇറ്റ്. എന്താ ഡസൻറ്റ് വോണ്ട് ടു പറയാം. കണ്ടോളി. വി ആണല്ലോ അയ്യോ ദേവി. വി ഒരുപാടായല്ല, പ്ലൂറൽ ഞങ്ങൾ. അപ്പം എന്താ? വി ഡോണ്ട് വോണ്ട് ടു വാച്ച് എ മൂവി. വി ഡോണ്ട് വോണ്ട് ടു വാച്ച് എ മൂവി. ഞങ്ങളൊരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നായി. ഞങ്ങൾ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നില്ല, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ഉദാഹരണം നോക്കിയാലോ. അടുത്ത ഉദാഹരണമാണ്. ഒരു മിനിറ്റ് അവിടെ പോലെ കുറച്ചൊന്ന് മുകളിലേക്ക് ആക്കിയേക്കാം. അപ്പോൾ കാണാൻ വളരെ സിമ്പിളായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബൂസ്റ്റർ എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ടല്ലോ, അതിൽ പേജ് നമ്പർ 146 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് നിങ്ങൾ കാണാൻ കഴിയും. അടുത്താണ് ഹി സിംഗുലർ. ഹി വോണ്ട്സ് ടു. ഇവിടെ കണ്ടോ വോണ്ട്സ് അല്ലേ? എന്താണ് വോണ്ട്സ്? ഹി വോണ്ട്സ് ടു ബിക്കം എ ഡോക്ടർ. എന്താർത്ഥം? അവൻ ഒരു ഡോക്ടർ ആകാൻ ആഗ്രഹിക്കുന്നു. അവൻ ഡോക്ടർ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവന് ഒരു ഡോക്ടർ അവൻ ആഗ്രഹമുണ്ട് എന്നായി. ഹി വോണ്ട്സ് ടു ബിക്കം എ ഡോക്ടർ. ഇവിടെ എന്തുകൊണ്ട് വോണ്ട്സ് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹി എന്താണ്? ഒരാളല്ലേ, അതുകൊണ്ടാണ്. ഇനി അതിൻ്റെ നെഗറ്റീവ് ഒക്കെ നോക്കാം. അതുകൊണ്ട് കണ്ടോളി. ഹി ഡസൻറ്റ് വോണ്ട് ടു ബിക്കം എ ഡോക്ടർ. അവനൊരു ഡോക്ടർ ആകാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേ നിങ്ങൾ കാര്യം ചെയ്യുക, മൊബൈലിങ്ങനെ തിരിച്ചു വെക്കട്ടോ. അങ്ങനെയാണെങ്കിൽ ഫുൾ സ്ക്രീനിൽ കാണാൻ കഴിയും. ചില ആളുകൾ ഇങ്ങനെ നോക്കുന്നു, അപ്പോൾ എഴുത്തുകൾ വളരെ ചെറുതായിരിക്കും. ജസ്റ്റ് ഒന്ന് തിരിച്ചു വെക്കുക. തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഫുൾ സ്ക്രീനിൽ കാണാൻ കഴിയും. അപ്പോൾ ആ പ്രശ്നം തീർന്നു. ഇനി നമുക്ക് അടുത്ത് നോക്കിയാലോ. അടുത്ത ഉദാഹരണമാണ്. They want to buy a new car. എന്താണ്? അവർക്ക് ഒരു പുതിയ കാർ വാങ്ങണം. ചെയ്യണം എന്ന് പറയാറുണ്ടല്ലോ. നമുക്ക് പറയാം അവർക്ക് ഒരു പുതിയ കാർ വാങ്ങാൻ ആഗ്രഹമുണ്ട്, അവർ ഒരു പുതിയ കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നു, അവർക്ക് ഒരു പുതിയ കാർ വാങ്ങണം. അങ്ങനെയൊക്കെ അർത്ഥം മലയാളത്തിൽ പല രീതിയിൽ പറയും. പക്ഷെ എന്താണ്?
നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ആണ് ചെയ്യുന്നതെങ്കിൽ അവിടെയാണ് വോണ്ട് ടു വാച്ച് പറയാം. ഒരു ആശയം കംപ്ലീറ്റ് മനസ്സിലാക്കണം. ഓക്കെ, ഇനി അതിൻ്റെ നെഗറ്റീവ് പറയാണ്ട, അതുകൊണ്ട് കണ്ടോളി. ദേ ഡോണ്ട് വോണ്ട് ടു ബൈ എ ന്യൂ കാർ. ദേ ഡോണ്ട് വോണ്ട് ടു ബൈ എ ന്യൂ കാർ. അവർക്കൊരു പുതിയ കാറ് വാങ്ങണമെന്നില്ല എന്ന്. വേണമെന്നില്ല, ആഗ്രഹമില്ല, താല്പര്യമില്ല, ഇഷ്ടമില്ല. അതാണ് ഡോണ്ട് വോണ്ട് ടു. ഓക്കെ, ഇനി ബാക്കിയുള്ള ഉദാഹരണങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ പേജ് നമ്പർ 146 ഓപ്പൺ ചെയ്ത് വായിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തൊരു സംശയം ഇതാണെന്നത്. എന്താണ് അടുത്ത സംശയം? ഇതാണ്, അപ്പം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നല്ലോ അല്ലേ? ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള അർത്ഥത്തിന് ഒരു വേർഡ് കൂടി എന്താ പറയുക? വുഡ് ലൈക്ക് ടു അല്ലേ? അറിയില്ലേ എന്താണ് വുഡ് ലൈക്ക് ടു? അപ്പോൾ എന്താ സാറേ വ്യത്യാസം? അതും കൂടി നോക്കിയേക്കാം. എന്താ കണ്ടോളി, 147 കേട്ടോ. 146 കഴിഞ്ഞ ഉടനെ തന്നെ അതാ കണ്ടോളി, 147 പേജ്. ഇവിടെ പേജ് നമ്പർ അതാ 146 കേട്ടോ. ഇതാ 146 പേജിലാണ് നമ്മൾ വായിച്ചത്. 146. ഓക്കെ, ഇനി അടുത്താണ് 147. 147 ഇതാ കണ്ടോളി, വുഡ് ലൈക്ക് ടു. സംശയം ഉണ്ടല്ലോ? സംശയമുണ്ട് അല്ലേ? കാരണം രണ്ടിൻ്റെ അർത്ഥം സെയിം ആണ്. വോണ്ട് ടു എന്ന് പറഞ്ഞാലും അല്ലേ, അതുപോലെ വുഡ് ലൈക്ക് ടു എന്ന് പറഞ്ഞാലും സെയിം അർത്ഥമാണ്. എന്താ വ്യത്യാസം? അത് കണ്ടോളി. മറ്റെന്താണ്? ഇഷ്ടപ്രകാരമാണല്ലോ. അതെ, ഇതും ഇഷ്ടപ്രകാരം തന്നെയാണ്. കണ്ടോളി, ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്താ വ്യത്യാസം? ഇത് കൂടുതൽ വിനീതമായി ആഗ്രഹം പ്രകടിപ്പിക്കാൻ എന്നാണ് ഉപയോഗിക്കുന്നത്. വളരെ മാന്യമായിട്ട്, വളരെ വിനീതമായിട്ട്, കൂടുതൽ പൊളൈറ്റ് എന്ന് പറയുന്നത്. എന്താ പറയുക? മോർ പൊളൈറ്റ്. കൂടുതൽ പൊളൈറ്റോട് കൂടിയിട്ട് പറയുമ്പോഴാണ് ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു പറയുമ്പോഴാണ് നമ്മൾ വുഡ് ലൈക്ക് ടു പറയുക. അപ്പോൾ എല്ലായിടത്തും എന്ന് പറയുന്നത് നമ്മൾ വോണ്ട് ടു പറയരുത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയാണ്, നിങ്ങളെ സ്റ്റേജിൽ വിളിച്ചു, നിങ്ങളുടെ കയ്യിൽ മൈക്ക് തന്നു. മൈക്ക് തന്നിട്ട് നിങ്ങളോട് പറയാണ്, ഇനി നമ്മുടെ ചീഫ് ഗസ്റ്റ് ഉണ്ടല്ലോ, ചീഫ് ഗസ്റ്റ്, ആ ചീഫ് ഗസ്റ്റിനെ സ്റ്റേജിലേക്ക് വിളിക്കണം. എന്തിന്? 2 വാക്ക് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എന്ത് വേണം? നമ്മൾ ഐ വോണ്ട് ടു കോൾ ദ ചീഫ് ഗസ്റ്റ് എന്നല്ല പറയാ. അവിടെ വോണ്ട് ടു ഉപയോഗിക്കരുത് അവിടെ. കാരണം അവിടെ പൊളൈറ്റായിട്ട് വളരെ വിനീതമായിട്ടില്ലേ അവിടെ കൊടുക്കണ്ടേ? അപ്പോഴൊക്കെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക വുഡ് ലൈക്ക് ടു. ഈ വുഡ് ലൈറ്റ് എവിടെ ഉപയോഗിക്കുക? വുഡ് ലൈറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? വളരെ വിനീതമായി, മോർ പൊളൈറ്റ്നെസ്. എന്താണെന്ന് അറിയാം. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ ചീഫ് ഗസ്റ്റിനെ ക്ഷണിക്കുമ്പോൾ നിങ്ങൾ എന്ത് വേണമോ? ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ്, ഞാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് ദ ചീഫ് ഗസ്റ്റ് ടു കം ഓൺ ദ സ്റ്റേജ്. അപ്പോൾ അവിടെയൊക്കെ വുഡ് ലൈക്ക് ടു എന്ന് പറയാം. വുഡ് ലൈക്ക് ടു. ഓക്കെ, വളരെ വിനീതമായി ചെയ്യാൻ ആഗ്രഹിക്കാം. ഓക്കെ ആണല്ലോ, അർത്ഥം ഓക്കെ ആണല്ലോ. ദാ പോരി, ഞാൻ പറയാണ്, ഹി വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു നൗ എന്നാണ്. ഹി വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു നൗ. എന്താർത്ഥം? അവൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നായി. ഹി വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു നൗ. അപ്പം ഞാൻ പറയണേ, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു പറയാം. ഐ വുഡ് ലൈക്ക് ടു വേണ്ട, ഐ വുഡ് ലൈക്ക് ടു. ഇവിടെ ഐ ചേർക്കട്ടെ. ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു നൗ. ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു നൗ. ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ വിനീതമായിട്ട് നെഗറ്റീവായിട്ട് പറയണം എന്ന് പറയാം. അപ്പോൾ എന്താ ഇവിടെ ഉണ്ടോ? വുഡൻറ്റ് കേൾക്ക്. വുഡൻ ലൈക്ക് ടു. ഇതാ കണ്ടോളി. പറയണേ, ഹി വുഡൻറ്റ് ലൈക്ക് ടു ടോക്ക് ടു യു നൗ. ഹി വുഡൻറ്റ് ലൈക്ക് ടു ടോക്ക് ടു യു നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. അപ്പം ചെയ്യാൻ ആഗ്രഹിക്കുന്നു 2 കാര്യങ്ങൾ പറയാം. വോണ്ട് ടു അതുപോലെ വുഡ് ലൈക്ക് ടു. രണ്ടിൻ്റെയും നല്ല ക്ലാരിഫിക്കേഷൻ നിങ്ങൾ കിട്ടി കാണും ആണല്ലോ. ഇനി നിങ്ങൾ ആ ബുക്കിൽ പേജ് നമ്പർ 146, 147, 146, 147 ഓപ്പൺ ചെയ്ത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടോ ജീവിതത്തിൽ ഒരിക്കലും പിന്നെ സംശയം വരില്ല, ഉറപ്പാണ്. ഐ ഗ്യാരണ്ടി. ഓക്കെ, ഇനി വേണമെങ്കിൽ വീണ്ടും കുറച്ച് എക്സാമ്പിൾ കൂടി വായിക്കാവുന്നതാണ്. ഒരു കുഴപ്പമില്ല. കണ്ടോളി, പോലെ ഒരു മിനിറ്റ് ഇതാ കുറച്ചും കൂടി. നിങ്ങളെല്ലാവരും എന്നെപ്പോലെ മടിയനായി വരികയാണ്, എനിക്കറിയാം അതൊക്കെ. ഇതാ കണ്ടോളി. അപ്പോൾ ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ഹിം ഓൺ ദ സ്റ്റേജ്. ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ഹിം ഓൺ ദ സ്റ്റേജ്. ഞാൻ അവനെ സ്റ്റേജിൽ വിളിക്കാൻ ആഗ്രഹിക്കുന്നു എന്നായി അല്ലേ, വിനീതമായിട്ട്. ഐ വുഡ് ലൈക്ക് ടു കോൾ ഹിം ഓൺ ദ സ്റ്റേജ്. അവിടെ നിങ്ങളുടെ ഐ വോണ്ട് ടു എന്ന് പറയുമ്പോൾ ഒരു ഇതില്ല, മനസ്സിലല്ലേ? ഇനി അതിൻ്റെ നെഗറ്റീവ് ആണല്ലോ, ഐ വുഡൻറ്റ് ലൈക്ക് ടു ഇൻവൈറ്റ് ഹിം ഓൺ ദ സ്റ്റേജ്. ഞാൻ അവനെ സ്റ്റേജിൽ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നായി. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കണം. അത് കണ്ടോളി, ഒരു കുഴപ്പമില്ല.
ഷീ വുഡ് ലൈക്ക് ടു മീറ്റ് യു ടുഡേ എന്താണ് ഷീ വുഡ് ലൈക്ക് ടു ഷീ വുഡ് ലൈക്ക് ടു മീറ്റ് യു ടുഡേ അവൾ ഇന്ന് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു. അവൾ ഇന്ന് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. ഇനി അതിൻ്റെ നെഗറ്റീവ് ആണെങ്കിലോ ഷീ വുഡൻറ്റ് ലൈക്ക് ടു മീറ്റ് യു ടുഡേ ഷീ വുഡൻറ്റ് ലൈക്ക് ടു മീറ്റ് യു ടുഡേ അവൾ ഇന്ന് നിങ്ങളെ കാണാൻ അവൾ ഇന്ന് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. സോറി, ഇവിടെ നില്ല എന്നാട്ടോ. എന്താണ് അവൾ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പം നിങ്ങളുടെ ആ ഒരു PDF ഇതുപോലെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ശരിയാക്കട്ടോ, ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അവൾ ഇന്ന് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഇനി ബാക്കിയുള്ള ഉദാഹരണം എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വായിക്കുക. ഓക്കെ, ഓപ്പൺ ചെയ്ത് വായിക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, അപ്പം നിങ്ങൾക്ക് വളരെ കറക്റ്റായിട്ട് ഒരു സംശയം ഇല്ലാതെ മനസ്സിലായല്ലോ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വോണ്ട് ടു എന്നുള്ളത്. അപ്പം പഠിച്ച കാര്യം നല്ല ധൈര്യത്തോടു കൂടി പറയണം. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ വെച്ച് കൊണ്ട് നടന്നുകൊണ്ട് കാര്യമില്ലെന്ന്. നമ്മൾ മടിയൊന്നുമില്ലാതെ, ഒരു മടിയും പേടിയും ഒന്നുമില്ലാതെ തുറന്നിട്ട് ഓപ്പണായിട്ട് സംസാരിക്കണം. അപ്പം സാറേ മറ്റുള്ളവരെന്താ വിചാരിക്കുക, അല്ല അവർക്ക് വേറെ പണിയൊന്നുമില്ലേ, നിങ്ങളെന്താ സംസാരിക്കുക അതൊന്ന് നോക്കി എടുക്കണോ? അല്ല, നിങ്ങൾ അങ്ങൊന്നും ചിന്തിക്കണ്ടെന്ന്. മറ്റുള്ളവർ കളിയാക്കും, ചിരിക്കുന്നവർ ചിരിക്കട്ടെ, കളിയാക്കുന്നവർ കളിയാക്കട്ടെ. നമ്മൾ മുന്നോട്ട് പോകും, നമ്മൾ മുന്നോട്ട് നീങ്ങും. നമുക്ക് വിജയം വേണം, വിജയിക്കണം. അപ്പം എന്ത് ചെയ്യുക, പഠിച്ച കാര്യങ്ങൾ ഒരു മടിയില്ലാതെ പറയണം. ഇനി പുറത്തുള്ള ആളോട് പറയാൻ മടിയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ പറയാലോ. കുട്ടികളില്ലേ, കുട്ടികളാകുമ്പോൾ ഒന്നും പറയൂല അല്ലേ, കണ്ടു പറയാം, എക്സ്ക്യൂസ് മീ, ഐ വോണ്ട് ടു ടോക്ക് ടു യു. ഐ വോണ്ട് ടു ടോക്ക് ടു യു, ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു. രണ്ടും ഒരുമിച്ച് പറഞ്ഞോളൂ. ഇപ്പം പറയുന്നത് ഐ വോണ്ട് ടു ടോക്ക് ടു യു, ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു. രണ്ടും പെർഫെക്റ്റ് ആയില്ലേ. ഐ വോണ്ട് ടു ഗോ ദെയർ, ഐ വുഡ് ലൈക്ക് ടു ഗോ ദെയർ. ഐ വോണ്ട് ടു കോൾ ഹെർ, ഐ വുഡ് ലൈക്ക് ടു കോൾ ഹെർ. രണ്ടും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാം. ഇനി കുട്ടികളാരില്ലെങ്കിൽ വൈഫ് ഉണ്ടല്ലോ, അല്ല ഹസ്ബൻഡ് ഉണ്ടല്ലോ, ഹസ്ബൻഡ് പണി കഴിഞ്ഞ് വരുന്നു പറയാം, എക്സ്ക്യൂസ് മീ, ഐ വുഡ് ലൈക്ക് ടു ഗിവ് യു സം വാട്ടർ. ഐ വുഡ് ലൈക്ക് ടു ഗിവ് യു സം വാട്ടർ. ഞാൻ നിങ്ങൾക്ക് കുറച്ച് വെള്ളം തരാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു ഗിവ് യു സം വാട്ടർ. ഹസ്ബൻഡ് ഐ എം പ്രാക്ടീസിങ്. നമുക്ക് പറയാം സെൻറ്റൻസ്. ഓക്കെ.